ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. താങ്ക് യു. ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സമയമായിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ഈ ഒരു ബിസിനസ് ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. ഞാൻ ആദ്യമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജസീന. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് സ്വദേശിനിയാണ്. ഞാൻ ഇന്ന് നമ്മുടെ കമ്പനിയിൽ സെയിൽസ് മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിന്റെയോ അല്ലെങ്കിൽ റിലേറ്റീവിന്റെയോ ഒക്കെ ക്ഷണപ്രകാരം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് വഴിയായിരിക്കും ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് അറിയുന്നതും ഈ ഒരു ലിങ്ക് വഴി ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നതും. ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബൊക്കെ അല്ലെ ഉള്ള പ്രതീക്ഷയോട് കൂടെ ആയിരിക്കും നിങ്ങൾ വന്നിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇത്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് നിങ്ങൾക്ക് ഒരു വലിയൊരു ലൈഫിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ കമ്പനി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഒരു ഇ കൊമേഴ്സ് കമ്പനിയാണ്. നമുക്കറിയാം, ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാറാണ് ഇതിന്റെ ചെയർമാനായ ഇതിന്റെ ഒരു ന്യൂ പ്രൊജക്റ്റ് ആണിത്. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഒക്കെ ഉണ്ട്. ഈ ഒരു ഇ കൊമേഴ്സ് ഓൺലൈൻ ഷോപ്പിംഗ് പോർട്ടൽ ഉണ്ട്, നമുക്ക് ഫിജിക്ക.com എന്ന് പറയും. ഫിജിക്കാർഡ് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ ഒരു കമ്പനിയുടെ വ്യക്തമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ പ്രസന്റ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ അനിത മാം അവൈലബിൾ ആണ്. അനിത മാം പറവൂർ സ്വദേശിനിയാണ്, എറണാകുളം പറവൂർ സ്വദേശിനിയാണ്. മാം എയർടെൽ കോർപ്പറേറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിനിടെയാണ് ഫ്രണ്ട് വഴി ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് കേൾക്കുന്നതും അത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് നിലവിൽ നാട്ടിലും വിദേശത്തൊക്കെയുമായിട്ട് ഒരു വലിയ ടീം ബിൽഡ് ചെയ്ത് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇന്ന് നിലവിൽ 4th റാങ്കായ സെയിൽസ് ടീം മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഈ ഒരു വ്യക്തമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ പ്രസന്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ലതിക മാമിനെ വെൽക്കം ചെയ്യാണ്. വെൽക്കം ലതിക മാം, വെൽക്കം ടു ദ സ്ക്രീൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഓഡിബിൾ ആൻഡ് വിസിബിൾ അല്ലേ മാഡം? അതെ മാം, കണ്ടിന്യൂ ചെയ്തോളൂ. മാഡത്തിന് പേര് കുറച്ച് മാറിപ്പോയി എന്ന് തോന്നുന്നു. എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ് നേർന്നുകൊണ്ട് തന്നെ എൻ്റെ ഒരു സെക്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. മാഡം പറഞ്ഞതുപോലെ എൻ്റെ പേര് അനിത രാജേഷ്. ഞാൻ എറണാകുളം പറവൂർ സ്വദേശിനിയാണ്. മാഡം പറഞ്ഞ പോലെ സെയിൽസ് ടീം മാനേജർ എന്ന പൊസിഷനിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. സോ എന്നെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു, എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത കർത്തവ്യം എന്ന് പറഞ്ഞത് ഒരുപാട് അല്ലെ, നമുക്കറിയാം ഇന്ന് ലോകത്ത് ഒരുപാട് ബിസിനസ് അവസരങ്ങൾ പിറവിയെടുത്തോണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ലീഗാലിറ്റിയോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഇന്ന് ഫിജിക്കാർഡ് എന്നൊരു കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെ, ഇത് അതുപോലത്തെ ഒരു ബിസിനസ് അവസരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ മാനേജ്മെന്റ്, അതിന്റെ പ്രൊഡക്റ്റ്, നമ്മുടെ റോള്, നമുക്ക് എന്തൊക്കെ ഇൻകം ഏൺ ചെയ്യാം, ഇതൊക്കെ നമ്മളിലേക്ക് ഒരുക്കിയിരിക്കുന്നത് മാഡം പറഞ്ഞ പോലെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പാണ് ഈ ഒരു പ്രൊജക്ട് നമ്മളിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. സോ അധികം തീർപ്പിക്കാണ്ട് തന്നെ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് കടക്കാം എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇന്ന് ഈ ഒരു സ്ക്രീനിൽ ഇരിക്കുന്ന ഒരുപാട് വ്യക്തികൾ അല്ലെ, ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചോ അതല്ലെങ്കിൽ ഒരു ജോലി അന്വേഷിക്കുന്നവരോ, ഇതും അല്ലെങ്കിൽ സ്റ്റുഡൻസോ, ഇതൊന്നുമല്ല വീട്ടിലിരുന്നുകൊണ്ട് അല്ലെ തന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാനായിരിക്കും ഇന്ന് സുഹൃത്തിന്റെ ഫ്രണ്ടിന്റെ ഒക്കെ ഒരു നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ പ്രകാരം ഈ സെക്ഷനിലേക്ക് എത്തിയിരിക്കുന്നത്. സോ എല്ലാവർക്കും ഒരേപോലെ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരത്തിന്റെ പ്ലാൻ നിങ്ങളിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഷീല മാഡം, പ്ലീസ് ഷെയർ. ഓക്കെ, താങ്ക് യു ഷീല മാഡം. മാഡം ഞാൻ ഓഡിബിൾ ആണോ അല്ലെ? എന്തെങ്കിലും വോയിസ് ബ്രേക്ക് വരാണെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണേ. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരും വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്. എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടി ഞാൻ ഫിജിറ്റൽ വേൾഡിലേക്ക് സ്വാഗതം ചെയ്യാണ്.
ഫിജിറ്റൽ വേർഡ് അല്ലെ, ഫിസിക്കൽ മാർക്കറ്റിംഗ് പ്ലസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഈ രണ്ട് മാർക്കറ്റിംഗ് രീതികളെ മെർജ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ടെക്നോളജി ചേഞ്ചസ്, ഇവിടെ നമുക്ക് കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ അതിന്റെ സിമ്പിൾസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ അതിനെ ആസ്പദമാക്കി പ്രൊഫസർ ലിയോൺസി സാറിന്റെ ഒരു ചെറിയൊരു തോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളോ എത്ര ഇന്റലിജന്റ് ആയ വ്യക്തികൾക്കോ മാത്രമല്ല അല്ലെ സക്സസ് ആവാൻ കഴിയുന്നത്, ഇതിനെ അല്ലെ ഏറ്റവും നന്നായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് നയിക്കുന്ന ബിസിനസ്സുകൾക്കും അതുപോലെ തന്നെ എല്ലാ പേഴ്സണാലിറ്റികൾക്കും ഇവിടെ സക്സസ് ആവാം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ സിമ്പിൾസിൽ കൊടുത്തിരിക്കുന്നത്. വേൾഡ് ഫസ്റ്റ് ഫിജിറ്റൽ കമ്പനി വിത്ത് ഫാസ്റ്റ് ഗ്രോവിംഗ് ഇൻഡസ്ട്രി, ലോകത്ത് ഞാൻ ആദ്യം പറഞ്ഞു ഫിസിറ്റലായാലും ഡിജിറ്റലായിട്ടും ലോകത്തെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി. അതുപോലെ തന്നെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന 4 ബിസിനസ് മേഖലകളെ ക്ലബ് ചെയ്തിട്ടാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. ഫസ്റ്റ് ഇ-കൊമേഴ്സ് അല്ലെ, നമുക്കറിയാം നമ്മൾ ദിനം പ്രതി അറിഞ്ഞും അറിയാണ്ടും ഒരുപാട് തവണ യൂസ് ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ് ഇ-കൊമേഴ്സ്. സെക്കൻഡ് ഡയറക്ട് സെല്ലിംഗ് അല്ലെ, ഡയറക്റ്റ് ആയിട്ട് ഉൽപാദകരിൽ ഉപഭോക്താവിലേക്ക് കൈമാറുന്ന ഒരു വിപണന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന. റഫർ മാർക്കറ്റിംഗ് അല്ലെ, ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ ഒരു പ്രൊഡക്റ്റ് റെഫർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് റഫർ മാർക്കറ്റിംഗ്. ഇന്ന് ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ പറയണം അല്ലെ, ഇന്ന് കേരളത്തിൽ 5ഓളം ട്രേഡ് യൂണിയനുകൾ വരെ ഇതിനെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് റഫർ മാർക്കറ്റിംഗ്. ഫോർത്ത് വരുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് അല്ലെ, നമുക്കറിയാം രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കാലഘട്ടത്തിലൂടെ നമ്മൾ എല്ലാവരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ പോഷക മൂല്യങ്ങളും അടങ്ങിയ ഒരുപാട് വെൽനസ് കാറ്റഗറിയുടെ ശേഖരം കൂടി നമ്മുടെ കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാതെ ഈ 4 ബിസിനസ് മേഖലകളിൽ അല്ലെ ഏത് ഗ്രോത്തിലാക്കി ആയാലും നമ്മുടെ കമ്പനി സക്സസിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇ-കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ, ഇത് ഇ-കൊമേഴ്സ് തന്നിട്ടുള്ള ഒരു ചില്ലറ വ്യാപാരത്തിന്റെ ചെറിയൊരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2009 അല്ലെ ഈ ഒരു മേഖല 390 കോടിയുടെ വളർച്ച രേഖപ്പെടുത്തിയിരുന്നു. സോ അത് കാലഘട്ടം മാറുന്ന അനുസരിച്ച് 2024 ആയപ്പോഴത്തേക്കും ഏകദേശം 16,400 കോടി കവർ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഇനി സാമ്പത്തിക വിദഗ്ധരുടെ ഒപ്പീനിയൻ പ്രകാരം ഇനി ഒരു 5 വർഷം അതായത് 2030 എന്നുള്ള ഒരു ഇയർ ആകുമ്പോഴത്തേക്കും ഏകദേശം 32,800 കോടി കവിയും എന്ന് തന്നെയാണ് ഈ ഒരു മേഖലയിലെ സാമ്പത്തിക വിദഗ്ധരുടെ ഒപ്പീനിയൻ. അപ്പൊ സക്സസ് ആയല്ലേ, നമ്മൾ പോലും അറിയാണ്ട് നമ്മളായിട്ട് വികസിപ്പിച്ച സക്സസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫേസ്ബുക്ക് ആണെങ്കിൽ ആമസോൺ, പേപാൾ, യൂബർ ഒക്കെ നമ്മൾ പോലും അറിയാണ്ട് നമ്മളായിട്ട് വികസിപ്പിച്ചതാണ്. ഡയറക്ട് സെല്ലിംഗ് ബൂമിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടേൺ അറൌണ്ട് ദ വേൾഡ് ജോയിൻ ദ റെവല്യൂഷൻ, അതായത് ഡയറക്ട് സെല്ലിംഗ് കൈവരിച്ച കൺട്രീസും പോപ്പുലേഷൻ ടേൺ ഓവറുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഫസ്റ്റ് USA കൊടുത്തിരിക്കുന്നത് അല്ലെ, അവിടെ ഏകദേശം 34 കോടി ജനങ്ങളുണ്ട്. അവിടെ 3,37,810 കോടിയാണ് അവിടുത്തെ ടേൺ ഓവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും താഴെ നമുക്ക് ഇന്ത്യയിൽ നോക്കാം അല്ലെ, ഇന്ത്യയിൽ ഇന്ന് പോപ്പുലേഷൻ നമ്പർ 1 പൊസിഷൻ പോകുന്നത് ഇന്ത്യ തന്നെയാണ്. 147 കോടി ജനങ്ങളുണ്ട്. അവിടെ ഈ ഒരു മേഖല 33,000 കോടിയാണ് കവർ ചെയ്തിരിക്കുന്നത്. കാരണം അല്ലെ ഈ ഒരു മേഖലയെ കുറിച്ച് നമുക്ക് അത്ര എന്താ പറയാ അറിവില്ലായിരുന്നു. ഇതിന്റെ സക്സസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ വ്യാപ്തിയെ കുറിച്ചോ ഒന്നും നമുക്ക് അത്ര എന്താ പറയില്ല അറിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്. എന്നാൽ ഇന്ന് നമുക്ക് എടുത്തു നോക്കുമ്പോൾ അല്ലെ സാമ്പത്തിക വിദഗ്ധർ പറയേണ്ട 2030 എന്നുള്ള ഒരു ഇയർ ആകുമ്പോഴത്തേക്കും ഏകദേശം 75,000 കോടി ടേൺ ഓവറിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് തൊട്ടിപ്പുറത്ത് കൊടുത്തിട്ടില്ലേ. ഇന്ന് ഏകദേശം 93% ആൾക്കാര് എന്താണ് ഈ ഒരു മേഖല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 48% സ്ത്രീകളാണ് അല്ലെ. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്രയും ആക്റ്റീവായിട്ട് ഏറ്റെടുക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ സമയ ലിമിറ്റേഷൻ അല്ലെ, നമ്മുടെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാം, ഒരു ഏണിംഗ് ഉണ്ടാക്കാം എന്നത് തന്നെയാണ് ഈ ഒരു ഭൂമി കാണിക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നൗവേ സിലബസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇന്ന് ഒരുപാട് നമ്മൾക്കറിയാം അല്ലെ, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മൾട്ടി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ MLM എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് പേര് നെറ്റിച്ചുളിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അല്ലെ ഗവൺമെന്റിന്റെ അപ്രൂവോട് കൂടി തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് പഠിപ്പിക്കുകയാണ് അല്ലെ. അണ്ണാ യൂണിവേഴ്സിറ്റി, എടുത്തു പറയണം അല്ലെ, ഹാർവർഡ് ബിസിനസ് സ്കൂൾ, സെന്റ് ഫ്രാൻസിസ്കോ യൂണിവേഴ്സിറ്റി എല്ലാം തന്നെ ഇന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ ലീഗൽ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഇന്ന് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, കമ്പനിയുടെ ഇൻകം ടാക്സ് സർട്ടിഫിക്കറ്റ്, അതുപോലെ പാൻ കാർഡ് വളരെ വ്യക്തമായിട്ട് കമ്പനി ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നു.
ഗൈഡ് ലൈൻസ് ഓൺ ഡയറക്ട് സെല്ലിംഗ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആസ് പെർ റൂൾസ്. ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ആക്ട് പ്രകാരം 232ാമത്തെ സ്ഥാനത്താണ് നമ്മുടെ കമ്പനി രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഏകദേശം 32ഓളം ഗൈഡ് ലൈൻസ് തന്നെ പാലിച്ചിട്ടാണ് നമ്മുടെ കമ്പനി ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം തന്നെ അവരുടെ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ന്യൂസ് റിപ്പോർട്ട്. നമ്മുടെ കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്തതിന്റെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലാണ് ഇന്ത്യൻ എക്സ്പ്രസ്, കേരള കൗമുദി, ദേശാഭിമാനിയിലെ ഒരു പത്രസമ്മേളനം ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ നടത്തിയതിന്റെ ഒരു പേപ്പർ കട്ടിങ്ങും തൊട്ട് താഴെ നമ്മുടെ കമ്പനിയുടെ ഇനാഗുറേഷൻ സംബന്ധിച്ചുള്ള പേപ്പർ കട്ടിങ്ങുമാണ് മലയാള മനോരമ മാതൃഭൂമിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഏതൊരു ബിസിനസ് ആവട്ടെ, ഓഫീസ് ആവട്ടെ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, ഏതാണെങ്കിലും നമ്മൾ ആദ്യം നോക്കുന്നത് അതിന്റെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റ് തന്നെയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഏകദേശം 24ഓളം വെർട്ടിക്കൽ ബിസിനസ്സിൽ സക്സസ് ആയ ഒരു പേഴ്സണാലിറ്റി, അതായത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഇന്നത്തെ 4th ജനറേഷനിൽ പെടുന്ന നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ വിളിക്കുന്ന ബോച്ചെ എന്ന ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാറാണ് നമ്മുടെ ഈ ഒരു ബിസിനസിനെ മുന്നോട്ട് നയിക്കുന്ന വ്യക്തി എന്നുള്ളത് അല്ലെ. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയുന്നത് അല്ലെ, ഒരുപാട് സാധാരണക്കാർക്ക് ഒരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കുന്ന ഉള്ളി ബിസിനസ് ലെജൻഡറി എന്ന് തന്നെ അദ്ദേഹത്തെ നമുക്ക് രേഖപ്പെടുത്താം. സോ അദ്ദേഹമാണ് കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമുക്കിവിടെ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നമ്മുടെ കമ്പനിക്ക് ഒരു വിഷൻ ആൻഡ് മിഷൻ ഉണ്ട്. എന്താ, നമ്മുടെ കമ്പനിക്ക് ഒരു കാഴ്ചപ്പാടും ഒരു ദൗത്യവുമുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇ കൊമേഴ്സിന്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് 2 രീതിയിലുള്ള പർച്ചേസിങ്, ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, ഫിസിക്കലായിട്ട് ഡിജിറ്റലായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ ഒന്ന് സെക്യൂർ ആക്കുക. അതിനോടൊപ്പം തന്നെ ഇ കൊമേഴ്സ് മേഖലയിൽ, അതായത് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഇന്ന് നമ്മുടെ കമ്പനിയെ നമ്പർ 1 പൊസിഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ കാഴ്ചപ്പാടും ദൗത്യവും. ഇത് നമ്മുടെ കമ്പനി ഔദ്യോഗിക വസ്തുക്കളാണ്, അതായത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ്. ഇത് ഒരുപാട് അല്ലെ കോടിക്കണക്കിന് ചെലവഴിച്ചിട്ടാണ് നമ്മുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസ്, അതുപോലെ ലോജിസ്റ്റിക് ഡിവിഷൻസ്, നമ്മുടെ തിരുപ്പൂരുള്ള മില്ല്, ഇതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫിജി സ്റ്റോഴ്സ്. ഇന്ന് നമുക്ക് കേരളത്തിൽ ഉടനീളം അല്ലെ, ഇന്ത്യക്ക് ഉടനീളം നമുക്ക് ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ട്. അതിന്റെ പിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫിജി ബ്രാൻഡ് നമ്മുടെ കമ്പനി ഡയറക്ട് സെല്ലിംഗ് ആണ്. അപ്പൊ ഹെഡ് ഓഫീസ് ഒരുപാട് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ കമ്പനിയുടെ ഒരുപാട് ഓൺ പ്രൊഡക്റ്റുകളാണ്. നമുക്ക് ഗ്രോസറി ഐറ്റംസ് ഉണ്ട്, അതുപോലെ വെനസ് പ്രൊഡക്റ്റ് ഉണ്ട്, ലെതർ ഉൽപ്പന്നങ്ങളുണ്ട്, ഡ്രസ് ഐറ്റംസ് ഉണ്ട്, ടിയോണ പെയിന്റ് ഉണ്ട്, പാത്രങ്ങളുണ്ട്, എന്തിനെ ഏറെ പറയുന്നു ഗോൾഡ് ആൻഡ് ഡയമണ്ട് അടക്കം നമുക്ക് ഓൺ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഈ നമ്മുടെ കമ്പനിയുടെ ലീഗാലിറ്റി ഒരു ആമുഖമാണ് ഞാനിപ്പോ പറഞ്ഞത്. കമ്പനിയുടെ ലീഗാലിറ്റിയെ കുറിച്ചും കമ്പനിയുടെ പ്രോഡക്റ്റിനെ കുറിച്ചും ആണൊക്കെ പറഞ്ഞത്. അപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തികൾക്ക് ഇതിലേക്ക് എങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കയ്യിലുള്ള KBC ഡോക്യുമെന്റ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, പാൻ കാർഡും ബാങ്ക് ഡീറ്റെയിൽസ് ഇപ്പൊ നമ്മുടെ കയ്യിലില്ലെങ്കിൽ പിന്നീട് നമുക്ക് അപ്ഡേഷൻ ചെയ്യാം. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി ആരാണോ അവരുടെ കയ്യിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കമ്പനിയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ കമ്പനിയുടെ ഒരു ഫോമാണ്. ഇതിൽ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തതിന് മാത്രമാണ് നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഇനി നമ്മുടെ റോൾ എന്താണ് അല്ലെ, നമ്മുടെ ഈ കമ്പനിയിലേക്ക് എൻട്രി ചെയ്തു, ഇനി നമ്മുടെ റോളാണ് നമുക്ക് അറിയേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ റോൾ എന്താ, നമുക്ക് കമ്പനിയെ പ്രൊമോഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റോള് ആയിട്ട് വരുന്നത്. 2 രീതിയിൽ നമുക്ക് കമ്പനിയെ പ്രൊമോഷൻ ചെയ്യാം. ഒന്ന് ഓൺലൈൻ പ്രൊമോഷൻ ആവാം, ഒരു ഫിസിക്കൽ പ്രൊമോഷൻ ആവാം. ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഓൺലൈൻ പ്രൊമോഷൻ ആണല്ലേ. നമ്മൾ ഒരുപാട് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. റീൽസ് ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നതിന് പകരം നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എങ്ങനെയായിട്ട് വാട്സപ്പ് വഴിയോ നമ്മുടെ കമ്പനിയെ നമുക്ക് പ്രൊമോഷൻ നടത്താവുന്നതാണ്. സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ഫിസിക്കലായിട്ട് അല്ലെ, നമ്മുടെ അടുത്തുള്ള സുഹൃത്തുക്കളോ ബന്ധുക്കളെയോ അല്ലെങ്കിൽ മറ്റാരും ഏതുമാവട്ടെ നമുക്ക് നേരിട്ട് ചെന്നുകൊണ്ട് നമുക്ക് അവരെ നമ്മുടെ കമ്പനി ഒരുപാട് ഉടനീളം നമുക്ക് ഫിസിക്കൽ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. അതിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പനിയെ പ്രൊമോഷൻ നടക്കാം. ഈ 2 രീതിയിലാണ് നമ്മുടെ കമ്പനിയെ പ്രൊമോഷൻ ചെയ്യേണ്ടത്. ട്രേഡ് വിത്ത് ടെക്നോളജി. തീർച്ചയായിട്ടും ഇത് വളരെ വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു സ്ലൈഡാണ്. നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഫിജി കാർഡ് ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്ലൈഡ് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് 3 രീതിയിലാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്.
ഫസ്റ്റ് ട്രഡീഷൻ അല്ലെ. ട്രഡീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ തന്നെ എക്സാമ്പിൾ പറയാണ്, ഒരു പ്രൊഡക്റ്റ് നമ്മൾ കയ്യിലെടുത്താൽ അതിന്റെ ഏറ്റവും ബാക്കിലായിട്ട് അതിന്റെ മാനുഫാക്ചറിങ് ചിലപ്പോൾ ഹൈദരാബാദോ മഹാരാഷ്ട്രയോ ഒറീസ എവിടെയോ ആവട്ടെ അല്ലെ, അതിൽ എഴുതിയിട്ടുണ്ടാവും. ആ ഒരു പ്രൊഡക്റ്റ് എത്രയും പെട്ടെന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ എത്തുക എന്നുള്ളത് പോസിബിൾ ആയ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം, ഒരുപാട് ഇടനിലക്കാർ കൈമാറിയിട്ടാണ് ഈ ഹൈപ്പർ മാർക്കറ്റിലും ഒക്കെയിലേക്ക് മാളുകളിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ ഒരുപാട് ഇടനിലക്കാർ കൈമാറി ഈ പ്രൊഡക്റ്റ് നമ്മുടെ സൈറ്റിലേക്ക് അല്ലെ നമ്മുടെ മാളുകളിലേക്ക് വരുമ്പോൾ ഇവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കമ്മീഷൻ കൊടുക്കണം അല്ലെ. കമ്മീഷൻ കൊടുത്താൽ മതി. ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് പിടിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു അഡ്വർടൈസ്മെന്റ് വേണ്ടി വരും. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റിനും ഈ ഇടനിലക്കാരൻ കൊടുക്കുന്ന കമ്മീഷനാണ് MRP എന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റിന് ഈടാക്കുന്നത് എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ സെക്കൻഡ് ഇ-കൊമേഴ്സ് ആണ്. ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ നമുക്ക് നേരിട്ട് മാനുഫാക്ചറിംഗിലും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പ്രൊഡക്റ്റുകൾ കൈമാറുന്നു. അവിടെ നിന്ന് നമ്മളെ പോലുള്ള കസ്റ്റമേഴ്സ് വാങ്ങിക്കുമ്പോൾ ഇവിടെ ഇടനിലക്കാരും പക്ഷെ അവിടെ എന്താണ്, നമുക്കൊരു ഡിസ്കൗണ്ട് സീസൺ അനുസരിച്ചൊക്കെ നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടും. അതിന്റെ ലാഭവിഹിത ആരാണോ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്നു. എന്നാൽ നമ്മൾ നോക്കുക അല്ലെ, ഡയറക്ട് സെല്ലിംഗ് ആണ് നമ്മൾ. സോ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുമാണ്, ഇ-കൊമേഴ്സ് പ്ലസ് ഡയറക്ട് സെല്ലിംഗ് ആണ് നമ്മൾ. അപ്പൊ മാനുഫാക്ചറിൽ നിന്നും ഇടനിലക്കാര് അല്ലെ ആരും തന്നെ അവിടെ ഇല്ല. പകരം ആരുള്ളത്, ഫിജിക്കാർട്ട് ആണ് അല്ലെ, നമ്മള് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അവിടെ നിന്നും പ്രൊഡക്റ്റ് നേരിട്ട് നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്ക് അവിടെ ഇടനിലക്കാരും അഡ്വർടൈസ്മെന്റ് ആരാണ്, നമ്മൾ തന്നെയാണ്. ഈ കമ്പനിയുടെ ഓരോ പാർട്ട്നേഴ്സും ഓരോ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് ഇടനിലക്കാർക്കും അഡ്വർടൈസ്മെന്റും കൊടുക്കുന്ന കമ്മീഷൻ നമ്മളിലേക്ക് വീതിച്ചു തരുന്നു എന്നുള്ളതാണ്. അത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് വീതിച്ചു തരുന്നതെന്നൊന്ന് നോക്കാം. പ്രോഫിറ്റ് അല്ലെ, നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് തരുന്നുണ്ട്. ബിസിനസ് എക്സ്പാൻഷൻ, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ് ആൻഡ് അവാർഡ്സ്. എന്താണ് വ്യക്തമായിട്ട് നമുക്ക് അതെന്ന് നോക്കാം അല്ലെ. റീറ്റെയിൽ പ്രോഫിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികൾ നമ്മുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യണതിന്റെ ഒപ്പം തന്നെ കമ്പനിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ച് നമുക്ക് 25 പോയിന്റ്, 50 പോയിന്റ്, 100 പോയിന്റ് എങ്ങനെയാണോ നമ്മുടെ ചൂസിങ് അത് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും. സോ അങ്ങനെ നമ്മൾ കമ്പനിയുടെ മാനദണ്ഡങ്ങൾ പ്രാപിച്ച് വൺ ടൈം ലൈഫിൽ ഒരൊറ്റ ടൈം മാത്രം നമ്മൾ കുറച്ച് പ്രൊഡക്റ്റുകൾ എടുത്തുകൊണ്ട് നമ്മൾ ഈ കമ്പനിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കമ്പനി നമുക്ക് ഒരു ഡിജിറ്റൽ സ്റ്റോർ അല്ലെ, ഒരു കട, 1000 കോടി ടേൺ ഓവറുള്ള ഒരു കടയാണ് നമുക്ക് തരുന്നത്. ആ കടയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ നിന്നും നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു റെപ്ലിക്കേറ്റ് വെബ് ലിങ്ക്, ഒരു IQ നമ്പർ ഒക്കെ തരും. ഇതിൽ നിന്നും നമ്മൾ ഒരു പ്രൊഡക്റ്റ് അല്ലെ മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഇന്ത്യയിൽ ആര് വേണമെങ്കിലും നമ്മുടെ IQയിൽ ഒരു പർച്ചേസ് ചെയ്യോ, മേ ബി ഞാൻ തന്നെ ഒരു പ്രൊഡക്റ്റ് എടുത്താൽ അതൊരു സെയിൽ ആയിട്ടാണ് കമ്പനി ട്രീറ്റ് ചെയ്യണത്. സോ അതിന്റെ റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് തരുന്നു എന്നുള്ളതാണ്. നമുക്ക് MRP എന്ന രീതിയിൽ പ്രൊഡക്റ്റുകൾ എടുത്ത് MRP എന്ന രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ബിസിനസ് എക്സ്പാൻഷൻ ആണ്. നമ്മൾ ബിസിനസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. സോറി, ഓക്കെ, ഓഡിബിൾ ആണല്ലോ അല്ലെ ജെസില മാം? യെസ് മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ഒരു ബിസിനസിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്തേക്കണേ അല്ലെ. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റോർ അല്ലെ മൾട്ടി നെവർ മാർക്കറ്റിംഗ് സിസ്റ്റം ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഓരോ ആർക്കും ആവട്ടെ, സ്റ്റോർ ഉടമകൾക്കൊക്കെ ഒരേപോലെ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടി നെവർ മാർക്കറ്റിംഗ് സിസ്റ്റം ഇവിടെ യൂസ് ചെയ്തിരിക്കണം. ഇവിടെ ബൈനറി ആയിട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ സ്റ്റോറിലെ എവിടെ വേണമെങ്കിലും, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഒരുപാട് സബ് സ്റ്റോറുകൾ അല്ലെ, നമുക്ക് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പൊ എന്റെ സ്റ്റോറിൽ നിന്നും റൈറ്റ് ബിസിനസ് സെന്ററിലും ലെഫ്റ്റ് ബിസിനസ് സെന്ററിലും, ഞാനിപ്പോ കോയമ്പത്തൂരോ അല്ലെങ്കിൽ ഇപ്പൊ എറണാകുളത്തോ എവിടെയാവട്ടെ അല്ലെ, നമുക്ക് 2 ബിസിനസ് സെന്ററുകൾ ഓപ്പൺ ചെയ്തുകൊണ്ട് അവിടെ നടക്കുന്ന കച്ചവടത്തിനനുസരിച്ച് മാച്ചിങ് സിസ്റ്റം അനുസരിച്ചാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്റെ എ ബിസിനസ് സെന്ററിൽ ഒരു സെയിൽസ് ഹോളത്തിന്റെ പ്രൊഡക്റ്റ് വിൽക്കുന്നു, ബിയിൽ ഒരു സെയിൽസ് ഹോളത്തിന്റെ പ്രൊഡക്റ്റ്. സെയിൽസ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റിന് താഴെ ഓരോ പോയിന്റുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതാണ് അപ്പോൾ ഓരോ സെയിൽസ് വോളിയം സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് 20 രൂപ എന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് തരുന്നത്. അപ്പൊ എന്റെ എ ബിസിനസ് സെന്ററിൽ 100 പോയിന്റിന്റെ സെയിലും ബി ബിസിനസ് സെന്ററിൽ 100 പോയിന്റ് ബിസിനസ് സെന്റർ നടന്ന അവിടെ മാച്ചിങ് സിസ്റ്റത്തിൽ കൂടെ എനിക്ക് എന്ത് ചെയ്യണോ 2000 രൂപ ടാക്സ് കഴിഞ്ഞിട്ട് കയറുന്നുണ്ട്.
സോ ഇത് ഇങ്ങനെ നമുക്കറിയാം, ഒരുപാട് ഇങ്ങനെ ഏറ്റവും വലിയതായിട്ട് ടീം ബിൽഡിംഗ് നടക്കുന്ന സമയത്ത് കമ്പനിക്ക് വാരിക്കോരി തരാൻ പറ്റില്ല. കാരണം കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ കമ്പനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ കമ്പനി ഇവിടെ ഒരു സീലിംഗ് കട്ട് ഓഫ് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം നമ്മുടെ റൈറ്റ് ഓർഗനൈസേഷനിലും ലെഫ്റ്റ് ഓർഗനൈസേഷനിലും ഒരുപോലെ ബിസിനസ് നടക്കുമ്പോൾ, അതായത് 1500 സെയിൽസോളയം, 1500 സെയിൽസോളയം എന്ന് പറയുമ്പോൾ 15 സ്റ്റോറുകൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് 1500 സെയിൽസോളയം മാച്ച് ചെയ്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് ഒരു ദിവസം 30,000 30,000 രൂപ കിട്ടുമെങ്കിൽ നമുക്കറിയാം, നല്ല രീതിയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യണം, ഒരു ടീം വർക്കായിട്ട് നമ്മൾ ഇത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു മാസം നമുക്ക് 9 ലക്ഷം വരെ യൂസ് ചെയ്യാവുന്ന ഒരു ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ സെക്കൻഡ് ജനറേഷൻ ബോണസ് അല്ലേ. ജനറേഷൻ ബോണസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കൺസെപ്റ്റിലേക്ക് എൻട്രി ചെയ്തു, ഇതിലെ നമ്മൾ ഒരു സ്റ്റോർ എടുത്തു. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരും ആവട്ടെ, നമ്മൾ ഈ കമ്പനിയിലേക്ക് അവരെ 100 പോയിന്റ് അവർ പർച്ചേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും അല്ലെ, അവർക്ക് പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവർ വീണ്ടും പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് ജനറേഷൻ ബോണസ് 20% 50% നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. ഇന്ന് 147 കോടി ജനങ്ങൾ ഉണ്ട് നമ്മുടെ ഇന്ത്യയിലെ. അപ്പൊ അതിനെ ഹ്യൂജ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ഇത് നമ്മുടെ കമ്പനിയുടെ 13 റാങ്ക് ആണ് നമുക്കുള്ളത്. അതിലെ 3ാമത്തെ പൊസിഷനായ സെയിൽസ് മാനേജർ എന്ന ഒരു പൊസിഷൻ എത്തുമ്പോൾ കമ്പനി നമുക്ക് 2 ലക്ഷം രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. മന്ത്ലി പെർഫോമൻസ് ബോണസ് ഞാൻ ഓൾറെഡി പറഞ്ഞു 13 റാങ്ക് ആണല്ലേ. അതിലെ 3ാമത്തെ റാങ്ക് മുതലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മന്ത്ലി പെർഫോമൻസ് ബോണസ് നമ്മുടെ സെയിൽസ് മാനേജർ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. സെയിൽസ് മാനേജർ എന്ന പൊസിഷൻ എത്തുമ്പോൾ നമ്മുടെ റൈറ്റും ലെഫ്റ്റും നമുക്ക് ഏകദേശം 2000 സെയിൽസോളയം മാച്ചിങ് ആയി വരുമ്പോഴാണ് നമ്മൾ സെയിൽസ് മാനേജർ എന്ന പൊസിഷൻ എത്തുന്നത്. പിന്നീട് നമുക്ക് അവിടെ നടക്കുന്ന കച്ചവടം അല്ലെ, എല്ലാ മാസവും 300 സെയിൽസോളയം മാത്രം മാച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കമ്പനിയുടെ മന്ത്ലി പെർഫോമൻസ് ബോണസിന് എലിജിബിൾ ആവണു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ റാങ്കിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആനുവൽ പ്രോഫിറ്റ്, ലാസ്റ്റ് പ്രോഫിറ്റ് ആണ് ആനുവൽ പ്രോഫിറ്റ്. ഇത് കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എബോവ് എത്തുന്ന പേഴ്സണാലിറ്റികളെ കാത്തിരിക്കുകയാണ്. കാരണം ഇന്ന് ആനുവൽ പ്രോഫിറ്റ് അല്ലെ, നമ്മൾ കമ്പനിയുടെ പാർട്ട്നേഴ്സ് ആണ്, നമ്മൾ സിക്കോൺ ചെയ്ത് ലാസ്റ്റ് പൊസിഷൻ വരെ എത്തുമ്പോൾ കമ്പനിയുടെ ഫിജിക്കാർഡ് എന്നൊരു കൺസെപ്റ്റ് ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന ബിസിനസിന്റെ 0.5ഉം 1.5ഉം ആണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആനുവൽ പ്രോഫിറ്റ് ആയി വാർഷിക വരുമാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ കുറിച്ചാണ് ഇപ്പൊ ഷെയർ ചെയ്തത്. പക്ഷെ ഇത് കൂടാണ്ട് അല്ലെ കമ്പനി നമുക്ക് അവാർഡ്സ് തരുന്നുണ്ട്. എന്തൊക്കെയാണ് അവാർഡ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റൈഡർ ഫണ്ട്, ഇത് കമ്പനിയുടെ ഡിവിഷൻ സെയിൽസ് മാനേജർ എന്ന 6ാമത്തെ പൊസിഷൻ എത്താണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്തു, ആത്മാർത്ഥമായിട്ട് സിക്കോൺ ചെയ്ത് നമ്മൾ ഒരു 6ാമത്തെ പൊസിഷൻ എത്തുമ്പോൾ കമ്പനി പറയുന്നുണ്ട് ഒരു 50,000 രൂപയുടെ റൈഡർ ഫണ്ട് നിങ്ങളുടെ എന്താ പറയാ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തേക്കാം എന്നാണ് പറയുന്നത്. സോ ടാക്സ് കഴിഞ്ഞിട്ട് ബാക്കി എമൗണ്ട് ആയിരിക്കും നമ്മുടെ കമ്പനി ക്രെഡിറ്റ് ചെയ്യുന്നത്. അടുത്തത് കാർ ഫണ്ട്, ഇത് കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന പൊസിഷൻ എത്തുമ്പോൾ 5 ലക്ഷം രൂപയാണ് കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. 3ാമത്തെ തേർഡ് പൊസിഷൻ വരുന്നത് ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ് ആണ്. തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഒരു സ്റ്റോർ എടുത്ത് ഇത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ സിക്കോൺ ചെയ്തു ഒരുപാട് കുടുംബങ്ങൾക്ക് വരുമാനം എത്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന പൊസിഷൻ എത്തുമ്പോൾ കമ്പനി തന്നെ പറയുന്നുണ്ട് ഇനി കുറച്ചു നേരം അല്ലെ നിങ്ങൾ എൻജോയ്മെന്റ് ചെയ്യൂ എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് തരുന്നത്. സോ നമുക്ക് പ്രീമിയം കാർ ഫണ്ട്, ഇത് കമ്പനിയുടെ 12ാമത്തെ പൊസിഷൻ നാഷണൽ സെയിൽസ് മാനേജർ എന്ന പൊസിഷൻ എത്തുമ്പോൾ 50 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ടാണ്. അത് നമുക്ക് ടാക്സ് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു. ലാസ്റ്റ് അവാർഡാണ് നമ്മുടെ കമ്പനിയുടെ 13 റാങ്കും താണ്ടി അല്ലെ, ഇത്രയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരിലേക്ക് ഒരു ഇൻകം ഉണ്ടാക്കി കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കമ്പനി നമുക്ക് 1 കോടിയുടെ ഫാമിലി ഹോം ഫണ്ടാണ് തരുന്നത്. അതും കമ്പനി നമുക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയാണ് ടാക്സ് കഴിഞ്ഞിട്ട്. ഞാൻ ഒരുപാട് റാങ്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തികൾക്ക് തോന്നാം ഇത് ഒരുപാട് റാങ്ക് കോടികൾ ലക്ഷങ്ങളൊക്കെ പറയുന്നുണ്ടോ അല്ലേ. ഇത് കമ്പനിയുടെ 13 റാങ്കുകളും നമ്മൾ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്നു. സെയിൽസ് മാനേജർ എന്ന 3ാമത്തെ പൊസിഷൻ എത്തുന്നു. പിന്നീട് കമ്പനിയുടെ നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന പൊസിഷൻ എത്തുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് സിക്കോൺ ചെയ്യുമ്പോൾ ഏകദേശം 5 പോയിന്റ് സംതിങ് ഒക്കെ ക്രോസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്.
അപ്പൊ ഇതിപ്പോ ഇത്രയും കോടികൾ ലക്ഷങ്ങളൊക്കെ പറഞ്ഞപ്പോ ഒരുപാട് പേര് ചോദിക്കും, ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും, എനിക്ക് MBA ഗ്രാജുവേഷൻ ഒന്നും അല്ലല്ലോ, നമുക്ക് ബിസിനസ് മാർക്കറ്റിംഗ് അറിയില്ല എന്നൊക്കെ വിചാരിക്കണല്ലേ. എന്നാ ഇവിടെ കമ്പനി പറയണ്ടേ ഇതിലേക്ക് എൻട്രി ചെയ്ത് ഇതിന്റെ പാർട്ട്നേഴ്സ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഹൗ ക്യാൻ അച്ചീവ് ത്രൂ ദ ഫിസിക്കൽ വേർഡ് എന്ന് ചോദിച്ചാൽ ഒറ്റ സ്വരത്തിൽ നമുക്ക് പറയാൻ കഴിയും, ഇവിടെ ഒരു ഫിസിക്കൽ അക്കാഡമി ഉണ്ട്. ഒരുപാട് ഇതിൽ ഏൺ ചെയ്ത് വിജയിച്ച വ്യക്തികൾ നമുക്ക് അതിൻ്റെതായി എങ്ങനെയൊക്കെ ഒരു ബിസിനസ് കൊണ്ടുപോകാം, നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ്, ലീഡർഷിപ്പ്, എംപവർമെന്റ്, ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചു തരാനായിട്ട് നമുക്ക് ഇവിടെ ഒരുപാട് വിജയിച്ച വ്യക്തികളുണ്ട്, ഇവിടെ സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. കമ്പനിയുടെ മാനേജ്മെന്റ് എല്ലാവരും നമുക്ക് വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ്. ബി എ പ്രൊഫഷണലിസ്റ്റ് ഇൻ ഫിജിക്കാട്ട് എങ്ങനെയാണ് നമ്മൾ കമ്പനിയിൽ ഒരു പ്രൊഫഷണൽ ആവുന്നത്? നീഡ് ടു കമ്മിറ്റ്മെന്റ് വിത്ത് സിസ്റ്റം. നമുക്ക് ഇവിടെ ഒരു സിസ്റ്റം ആണ് ഉള്ളത് അല്ലെ. ആ സിസ്റ്റത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം, എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളോട് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് പറയും. ഇവിടെ കമ്പനിക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ റിവാർഡ്സ് ഒക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. V1 കണക്ട് ടു ദ ഫീച്ചർ, ഇമ്പോർട്ടൻസ് ഫോർ C. 4 C ആണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയി കൊടുത്തത്. അത് ബിസിനസ്സിൽ മാത്രമല്ല നമ്മുടെ ലൈഫിൽ നമ്മൾ പകർത്തേണ്ട കാര്യമാണ്. കെയർ, കമ്മ്യൂണിക്കേഷൻ, കമ്മിറ്റ്മെന്റ്, കൺട്രോൾ. ഈ 4 C എന്താണത് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. കാരണം ഈ 4 Cയും നമ്മുടെ ജീവിതത്തിൽ വേണം എന്നുള്ളതാണ്. വളരെ നമ്മുടെ വാക്കുകൾ, പ്രവർത്തികൾ, ചിന്താഗതികൾ ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള വരുമാനങ്ങളും നല്ലൊരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയും. ഇത് കമ്പനിയുടെ അഡ്രസ്സും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ വിസിബിൾ ആണല്ലോ അല്ലേ മാഡം? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ കമ്പനിയുടെ ഈ ഒരു മാസ്റ്റർ പ്ലാൻ അല്ലെ കുറച്ച് ലെങ്തി ആണ്, പക്ഷെ നമ്മുടെ ഇവിടെ ചീഫ് ഗസ്റ്റ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിൽ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. സോ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ഡൗട്ടുകൾ വേണം അല്ലെ. നമ്മൾ ഈ പ്ലാൻ കേട്ടാലും കുറച്ച് ഡൗട്ടുകൾ നമുക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ അതിൽ എത്രത്തോളം ഫോക്കസ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുള്ളൂ എന്നുള്ളത്. അപ്പൊ എന്നെ കുറിച്ച് 2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാന്ന് ആഗ്രഹിക്കുന്നു. മാഡം ഓൾറെഡി പറഞ്ഞു, പറവൂർ സ്വദേശിനിയാണ്. ഞാൻ ഈ കൺസെപ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ എയർടെലിലെ ഹെഡ് ഓഫീസിൽ വർക്ക് ചെയ്ത സമയത്താണ് ഇന്ന് കമ്പനിയുടെ സോണൽ സെയിൽസ് മാനേജറായ ലിനി സാറാണ് എനിക്ക് ഈ പ്രൊജക്ട് തരുന്നത്. ഒരു ഡൗട്ടോ കാര്യങ്ങളൊന്നും തോന്നിയില്ല, കാരണം ഒരു ആക്റ്റീവ് ഇംഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു എന്നോടുള്ള, നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലേ, നമ്മളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയോടുള്ള വിശ്വാസം അത് തന്നെയായിരുന്നു എനിക്കും. അദ്ദേഹത്തോട് ഒരിക്കലും നോ എന്നൊരു അക്ഷരം പറയാൻ കഴിയാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. സോ അദ്ദേഹത്തെ എന്റെ അദ്ദേഹം ഇൻവിറ്റേഷൻ തന്നപ്പോൾ തീർച്ചയായിട്ടും അത് സ്വീകരിച്ചു. പിന്നീട് ഞാൻ ചിന്തിച്ചല്ലേ ഒരു നല്ലൊരു പ്രൊജക്ടിന്റെ ഭാഗമാകാം എന്ന് മാത്രം ചിന്തിച്ച് ഇതിലേക്ക് കടന്നു വന്നു. അതിനുശേഷം നമുക്കറിയാം ജോലിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ ഒരു ബിസിനസിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പറയാനും പഠിക്കാനൊക്കെ ശ്രമിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ അക്കാഡമി, ആ അക്കാഡമിയിൽ 2 days ഒക്കെ കയറി നിന്നപ്പോഴാണ് ഇതിന്റെ വലിപ്പവും ഇതിന്റെ സാധ്യതകളും എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഫിജിക്കാട് എന്നൊരു കൺസെപ്റ്റ് ഞാൻ ഏറ്റെടുത്തു. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഏറ്റെടുത്ത് മുന്നോട്ട് പോയത്. അവസാനം ജോബ് റിസൈൻ എടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെടുത്തും പറയാനല്ലേ, നമ്മൾ എന്തുമാവട്ടെ ആരുമാവട്ടെ, പക്ഷെ നമുക്ക് കിട്ടിയ ഒരു അവസരം അതിനെ നമ്മൾ മനസ്സിലാക്കുക അല്ലെ. വെറുതെ ഫിജിക്കാട്ട് ഏറ്റെടുത്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ അതിനെ പഠിക്കുക, മനസ്സിലാക്കുക, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും അല്ലെ മറ്റുള്ളവർക്ക് കൊടുത്ത്, ഇപ്പൊ നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും ഇതില് നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനായിരിക്കും നമ്മൾ ഫിജിക്കാട്ട് ഏറ്റെടുക്കണം. പക്ഷെ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെ, നമ്മൾ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിനൊപ്പം ഒരുപാട് പേരുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ ഒരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി നല്ലൊരു വ്യക്തിയാവാനും നല്ലൊരു അല്ലെ ലോകത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ചവെക്കാനും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു ഓണാശംസകൾ അഡ്വാൻസ് ആയിട്ട് തന്നുകൊണ്ട് എന്റെ ഈ ഒരു സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. താങ്ക് യു അനിത മാം. വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഒരു മാസ്റ്റർ പ്ലാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പലർക്കും മാം പറഞ്ഞതുപോലെ ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ കുറച്ച് മനസ്സിലായി ഒക്കെ ചിന്തിക്കുന്നുണ്ടാകും. ഞാൻ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ബിസിനസ് ഓറിയന്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായി. പക്ഷെ എനിക്ക് ഈ ഒരു മാനേജ്മെന്റിലുള്ള വിശ്വാസം, എന്റെ ഫ്രണ്ടിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയായിരുന്നു.
ആയിരുന്നു. കൂടുതൽ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പിന്നീട് ഇവിടെ നിന്നുകൊണ്ട് പഠിച്ചെടുത്ത് നമ്മൾ ഓരോ റാങ്കിലും അച്ചീവ് ചെയ്യാൻ ഇപ്പൊ 3rd റാങ്കിൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്കും അതിന് സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്താ പറയാ ഒരു ഫ്രണ്ട്, അതിലുപരി എല്ലാ കാര്യങ്ങളും ബിസിനസ് പരമായിട്ടും എല്ലാത്ത രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഒക്കെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള റെയ്ഹാന മാം ആണ്. മാം തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം സ്വദേശിനിയാണ്. അതുകൂടാതെ ഒരു MBA ഹോൾഡർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സൈക്കോളജി കൗൺസിലർ ആണ്. പിന്നെ നമുക്ക് അറിയാം കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളൊക്കെ അല്ലെ കുറച്ച് വീട്ടമ്മയായിട്ട് ഒക്കെ കുറച്ച് കഴിയേണ്ടി വരും. ആ ഒരു സമയത്താണ് മാമിന്റെ മോളെ ടീച്ചറുടെ സ്റ്റാറ്റസ് വഴി ഒരു ഫിജി കാർട്ടിനെ കുറിച്ച് അറിയുന്നതും അത് ചോദിച്ച് മനസ്സിലാക്കിയതുപോലെ നമ്മുടെ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇന്ന് കമ്പനിയുടെ 9th റാങ്കായ സോണൽ സെയിൽസ് മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ മാം പ്ലാനിൽ പ്രസന്റ് ചെയ്ത പോലെ തന്നെ 30,000 ഡെയിലി അല്ലെ ഒരു സീലിംഗ് അച്ചീവ് ചെയ്യാന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. അപ്പൊ അങ്ങനെ ഒരു അച്ചീവ് ചെയ്തുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ 6ാമത്തെ റാങ്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരു റൈഡർ ഫണ്ട് ഉണ്ട്. അത് 50,000 രൂപയുടെ റൈഡർ ഫണ്ടും ഒക്കെ നേടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ കമ്പനിയുടെ ലീഗൽ സൈഡ് പറയാനായിട്ടും മാമിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ടും കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് മാമിനെ ഞാൻ സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം റെയ്ഹാന മാം, വെൽക്കം ടു ദ സ്ക്രീൻ. താങ്ക് യു സോ മച്ച് ജസീന മാം. ഓഡിബിൾ ആൻഡ് വിസിബിൾ അല്ലേ? യെസ് മാം. ഓക്കെ, ഏകദേശം ഒരു അരമണിക്കൂറോളമായിട്ട് നമ്മുടെ ഒരു ബിസിനസ് ഓറിയന്റേഷൻ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ പേര് ഇങ്ങനെ പ്ലാൻ പ്രസന്റേഷൻ സമയത്ത് ഇങ്ങനെ ആടിക്ക് കൈ കൊടുത്തിരിക്കണം. ഞാൻ ഇങ്ങനെ നോക്കി എന്ത് മനസ്സിലായിട്ടുണ്ട്, ഇതെന്തൊക്കെ ഇവിടെ പറയണേന്നൊന്നും ഒരു ഐഡിയ കിട്ടാണ്ടിരിക്കണ കുറെ ആൾക്കാരെ ഞാൻ കണ്ടു കേട്ടോ. ചില ആൾക്കാർക്ക് ചിലതൊക്കെ മനസ്സിലായിണ്ടാവും, ചില ആളുകൾക്ക് ഒന്നും മനസ്സിലായിണ്ടാവില്ല. അതിലൊന്നും ഒരു കാര്യമില്ല. സംഭവം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആർക്കും കയറി വർക്ക് ചെയ്യാൻ പറ്റുന്ന, വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന 100% ഉറപ്പുള്ള, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ് ഉള്ള ഒരു പ്രോജക്റ്റ്, അത്രയും മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഈ എന്താ ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെങ്ങനെ ക്ഷണിക്കുന്ന സമയത്ത് ഭയങ്കര പ്രൗഡ് ഫീലാ. വേറൊന്നല്ല, ഏകദേശം ഈ ഒരു കോൺസെപ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 5 വർഷം മുൻപ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ബിഗ് സീറോ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ബിഗ് സീറോ എന്ന് നമ്മുടെ ഫാമിലിയുടെ കാര്യത്തിൽ നമുക്ക് പറയണ്ട, കാരണം ഫാമിലിയിൽ 4 മക്കളും ഭർത്താവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി നല്ല ഹാപ്പി ലൈഫാണ്, 100 ഔട്ട് ഓഫ് 100. പക്ഷെ നമുക്കൊരു സ്വപ്നം ഉണ്ടായിട്ടുണ്ടല്ലേ, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം ജീവിതത്തിൽ, നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു പാഠപുസ്തകം തുറക്കുന്നത് അല്ലെ. ആ തുറന്ന പുസ്തകത്തിന് മുന്നിൽ നമ്മുടെ ഉള്ളിൽ കത്തുന്ന ഒരു സ്വപ്നം ഉണ്ടാവും. ആ സ്വപ്നമാണ് നമ്മളെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവത്തിലേക്ക് എത്താനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ പലരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ ഒരുപാട് ആളുകൾ നമുക്ക് പ്രചോദനമായിട്ടുണ്ടാകും. എന്നിട്ടൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ബിഗ് സീറോ എന്ന് പറഞ്ഞത് നമ്മുടെ കരിയർ, നമ്മുടെ സ്വപ്നം, അതൊക്കെ നല്ല മാഡം പറഞ്ഞ പോലെ ഫിജി കാർഡ് ചെയ്യാൻ ഞങ്ങളുടെ MBA ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ MBA ഉണ്ടായിട്ട് അലമാരിൽ നല്ല ഭംഗിയായിട്ട് പൂട്ടി വെച്ച ഞാൻ അവിടെ ഒരു സാക്ഷിയായിട്ട് ഞാൻ പറയാണ്. പ്രത്യേകിച്ച് ഒരു ഗുണവും നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും ഇല്ലാതെ അന്ന് നമുക്ക് മക്കളെ നോക്കാം, അല്ലെങ്കിൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ അതിനും അപ്പുറം ആ സർട്ടിഫിക്കറ്റ് പ്രത്യേകിച്ചൊന്നും ഉപകാരപ്പെടാണ്ടിരുന്ന സമയത്ത് ഇവിടെ എല്ലാവരും പറയാറുണ്ട് കേട്ടോ, നമ്മൾ വന്ന സമയത്ത് ഇതൊരു ദൈവസ്പർശമുള്ള ഒരു കോൺസെപ്റ്റാണ്. ദൈവസ്പർശം എന്നൊക്കെ പറഞ്ഞാൽ ദൈവം എന്താ തൊട്ട് നോക്കിയിട്ടുള്ള സ്പർശം, അങ്ങനെയാണോ? അല്ലല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിച്ചത്, നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത്, അത് നമ്മളിലേക്ക് എത്തിച്ചു തരാൻ പാകത്തിന് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള, പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളിലേക്ക് വന്നിട്ടുള്ള ഒരു കൺസെപ്റ്റ്. കാരണം ഞാൻ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഏകദേശം 1.5 വയസ്സുള്ള എൻ്റെ മോനുണ്ട്, ബാക്കി 3 മക്കൾ വേറെ ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലിക്കുമായിട്ട് പുറത്തേക്ക് പോവുക, മക്കളെ ഒറ്റയ്ക്കാക്കി പോവുക, അതൊന്നും നടപ്പാവില്ല. നമ്മൾ എന്ത് പഠിച്ചു എന്ന് പറഞ്ഞതിലൊന്നും ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൊറോണ സാഹചര്യത്തിൽ നമുക്കറിയാം ആരുടെ കയ്യിലും സ്മാർട്ട് ഫോണൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവാതിരുന്ന ഒരു കാലത്ത് നിന്ന് കൊറോണ ഡിജിറ്റൽ യുഗത്തിലേക്കൊക്കെ നമ്മളൊക്കെ മാറിയപ്പോൾ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണായി, നമുക്ക് ഇന്റർനെറ്റ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് അവൈലബിൾ ആയി. അങ്ങനെ ഒരു സമയത്താണ് കറക്റ്റ് ആയിട്ട് എൻ്റെ മോളുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ ഇടയിൽ മോളുടെ ടീച്ചറുടെ സ്റ്റാറ്റസിന് ആ ഒരു നമ്മൾ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ കണ്ട ഒരു സ്റ്റാറ്റസ്, ചുമ്മാ അതില്
പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, എന്താണ് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആർക്കും വന്ന് ഇവിടെ വർക്ക് ചെയ്ത് വിജയിക്കാമെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് അന്വേഷിച്ച് നോക്കിയ ഒരു കാര്യമാണ്. ആ ഒരു കൺസെപ്റ്റാണ് സത്യത്തിൽ എൻ്റെ ജീവിതത്തെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ, നിങ്ങൾ വിചാരിക്കും കുറെ കാശ് കിട്ടിയതാണ് അത്ര വലിയ കാര്യം. കാശ് കിട്ടിയതല്ല കാര്യം, ഞാനെന്ന വ്യക്തിയെ ഞാനാക്കി മാറ്റാൻ ഈ ഒരു കൺസെപ്റ്റിന് ഉണ്ടാകിയ ആ ഒരു പ്രാധാന്യം അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം നമ്മൾ വിചാരിക്കും ഇത് വെറും ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമല്ലേ, കാശ് ഉണ്ടാകാനൊരു നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോൾ കുറെ കാശ് ഇട്ടിട്ട് കുറെ കാശ് എടുക്കും. ചിലരൊക്കെ ബിസിനസ് പൊളിഞ്ഞു പോകുന്നു. ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഇതാ. നമ്മളെ സംബന്ധിച്ച് ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പേരിൽ ഒരു രജിസ്റ്റർ ചെയ്ത് അത് നമുക്ക് ബ്രാഞ്ചസ് ആക്കി മറ്റുള്ള ആളുകൾക്ക് ഏതു വഴിയും നമുക്ക് കൊടുക്കാന്ന് ഫോൺ ചെയ്ത് കൊടുക്കാം. എടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മ. ഇവിടെ നിന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളോട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു ചെലവും വരാനില്ല, ഒരു തരത്തിലുള്ള ഒരു റിസ്ക് ഫാക്ടർ ഇല്ല. ഒരാളെ ചതിയപ്പെടുത്തു എന്ന് പറയാൻ പിന്നീട് ഒരു പഴി കേൾക്കേണ്ട ഒരു ചാൻസ് അവിടെ ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരാളിലേക്ക് ഫോൺ ചെയ്തിട്ടോ സൂമിലൂടെയോ നേരിട്ടോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്താണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം? ബോബി ചെമ്മന്നൂർ തുടങ്ങിയിട്ടുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഫിജിക്ക.com. എനിക്കതിൽ ഒരു രജിസ്ട്രേഡ് ഒരു പ്ലാറ്റ്ഫോം, അതായത് ഒരു സ്റ്റോർ നമുക്ക് നമ്മുടെ പേരിൽ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിന് നിങ്ങൾ ഒരേ ഒരു തവണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ എടുത്ത് ഒരൊറ്റ തവണ നമ്മുടെ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സ്റ്റോർ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ആ ആക്ടിവേറ്റ് ചെയ്ത സ്റ്റോറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഒരുപാട് ആളുകളിലേക്ക്. നമ്മളുടെ സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഏകദേശം 147 കോടി ജനങ്ങൾ ഇന്ത്യയിൽ മാത്രം, കേരളത്തിൽ മാത്രം, മലയാളികൾ മാത്രം കോടിക്കണക്കിന് ആളുകളുള്ളപ്പോ നമ്മുടെ സുഹൃത്ത് വലയത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു ബിസിനസ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ വരുമോ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര അതിശയം തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇതിലേക്ക് വന്ന് ഇപ്പൊ ജസിന മാം പറഞ്ഞ പോലെ നമുക്ക് ഒരൊറ്റ ദിവസം റൈഡർ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവണം. ടാക്സ് കഴിച്ചിട്ട് 47,500 രൂപ. അതുവരെ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിലിരുന്ന നമ്മളെ പോലത്തെ സാധാരണക്കാരി, വെറും സാധാരണക്കാരിയായിട്ടുള്ള ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഒറ്റ ദിവസം നമുക്ക് 47,500 എന്ന് പറഞ്ഞ ഒരു ഫിഗർ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സുഖമുണ്ട്. ആ സുഖം കുറെ കാശ് കൊടുത്ത് നമുക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ ഒരു സാധനമല്ല. അതിനുമപ്പുറം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വരുമാനത്തിന്റെ, അഭിമാനത്തിന്റെ ആ ഒരു സുഖം അനുഭവിച്ചറിയാൻ സാധാരണക്കാരായിട്ടുള്ള ഏതൊരു പെണ്ണിനും സാധിക്കും എന്നുള്ളത്. ഇവിടെ പറഞ്ഞൂലേ, പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഇത് ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടും ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ്. വീട്ടിൽ മക്കളെ നോക്കി അടുക്കള പണിയെടുത്ത് നടക്കുന്ന ഒരാൾക്ക് പുറത്തു പോയി ചിലപ്പോൾ ഒരു പക്ഷേ പണി ചെയ്യാൻ പറ്റാത്ത എന്നെ പോലത്തെ സാധാരണക്കാർക്ക് ഡിജിറ്റലി ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഏകദേശം ഇത്രയും അധികം ആളുകളോട് എനിക്ക് സംവദിക്കാൻ പറ്റുന്നത് ഈ ടെക്നോളജിയുടെ ഈ ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ എനിക്ക് ഒരേ സമയം ഒരുപാട് ആളുകളോട് ഞാനിപ്പോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറഞ്ഞു. ഇതിലിരിക്കുന്ന 100 കണക്കിന് ആളുകൾ ഓരോരുത്തരും അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കാം. ഇത് സത്യല്ലേ? എന്നെ പോലെ ഒരാൾ വന്ന് 4 മക്കളുടെ അമ്മയായിട്ടുള്ള ഒരാൾ വന്ന് ഇവിടെ വന്ന് വെറുതെ തള്ളേണ്ട കാര്യം എന്താ ഉള്ളത്? എനിക്കിവിടെ തള്ളിയിട്ട് ഒന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ വന്ന് ഈ ഒരു ബിസിനസ് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി ഇത്രയ്ക്കും ശക്തമായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഇല്ലേ എന്ന് വിശാലമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾ ചിന്തിച്ചാൽ പോലും ഇന്നത്തെ എൻ്റെ ദൗത്യം പൂർത്തിയായി എന്നുള്ളതാണ്. ഓക്കെ, ഫിജിക്കാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബോബി ചെമ്മന്നൂർ. അങ്ങേരിപ്പോ ഭയങ്കര ട്രെൻഡിങ് ലിസ്റ്റിലാ. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോവേഴ്സ് ഉള്ളത്. ഈ കാലഘട്ടത്തിൽ ആരാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാഗ്രാം ഭരിക്കുന്ന ആളുകളാണ്. അത് എങ്ങനെ ഭരിക്കുന്ന ആളുകൾ? ഫിനാൻഷ്യലായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്വർടൈസ്മെന്റ് വഴിയായിട്ടും കാരുണ്യ പ്രവർത്തികൾ ചെയ്തിട്ടൊക്കെ ആയിട്ടും അങ്ങേരിങ്ങനെ തിളങ്ങി നിൽക്കാം. എവിടെ പോയി നോക്കിയാലും ബോച്ച എന്ന് പറയുന്ന ആൾക്കുള്ള ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞത് ചെറുതല്ല. നമുക്കറിയാം ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തി വിജയിപ്പിച്ച് അത് വളരെ ഭംഗിയായിട്ട് കാലങ്ങളോളം
അതായത് ഒരുപാട് തലമുറകൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. തലമുറകളോളം കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു സത്യം ഉണ്ടായിരിക്കണം, നീതി ഉണ്ടായിരിക്കണം. കാലഘട്ടത്തിനനുസരിച്ചിട്ട് അവരുടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ തലമുറകളോളം അവരവരുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ 160 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോച്ചെ ഒരു പുതിയ ഒരു കൺസെപ്റ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വെറുതെ ഒന്നും കാണാതെ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് കാശില്ലാഞ്ഞിട്ട് പുതിയൊരു കൺസെപ്റ്റ് തുടങ്ങിയതൊന്നും അല്ല. അദ്ദേഹത്തിന്റെ പാഷനായിട്ടുള്ള ഇന്ത്യ ഒഴികെ സകലമാന രാജ്യങ്ങളെ വികസിത രാജ്യത്തിലേക്ക് ഉയർത്തിയ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിന്റെ ബ്യൂട്ടി അതാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മളിപ്പോ പ്ലാനിൽ കണ്ടില്ലേ, കുറെ രാജ്യങ്ങൾ ഇങ്ങനെ അക്കമിട്ട് നിരത്തിയിട്ട് ഏറ്റവും ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള 147 കോടി ജനങ്ങളുള്ള ഇന്ത്യ ഏറ്റവും താഴെ. എന്തൊരു നാണക്കേട്! വെറുതെ അല്ല, അതിനെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മ, അതല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ഒരു വളർച്ചയില്ലായ്മ, ഇതെല്ലാം ഇപ്പോ ഒത്തിണങ്ങി നിൽക്കുന്ന സ്മാർട്ട് ഫോൺ എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആയിട്ടുള്ള അറിവുകൾ ഒരുപാട് ആളുകളിലേക്ക് ഒരേ സമയം ഇങ്ങനെ പ്രവഹിക്കാൻ പറ്റുന്ന ടെക്നോളജിയുടെ ഈ ഒരു അവസരത്തിൽ ഈ 147 കോടി ജനങ്ങളും ഏതെങ്കിലുമൊക്കെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നാളെ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്ന ആ ബൂമിംഗ് ഡെവലപ്മെന്റ് ഡയറക്റ്റ് സെല്ലിംഗ് വേണമെങ്കിൽ ചാടി പിടിക്കാൻ പറ്റുമെന്ന് നമ്മളോട് ഓരോരുത്തരോടും ഈ പറയുന്ന ഈ സാമ്പത്തിക വിദഗ്ധരുടെ പഠനങ്ങൾ കാണിക്കുമ്പോൾ നമ്മളെ പോലത്തെ സാധാരണക്കാരെന്തെന്നറിയോ, അയ്യോ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂലല്ലോ, എന്റെ സ്വപ്നങ്ങൾക്ക് ഇത്ര വലിപ്പില്ലല്ലോ, എനിക്കിത് സംസാരിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് ബിസിനസ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ, ഇതുമായിട്ട് എനിക്ക് ഒരു ടച്ചും ഇല്ലല്ലോ, എന്നെ കൊണ്ട് ഇതുപോലെ സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ ഇന്ന് ഈ സാഹചര്യത്തെ വെച്ച് നിങ്ങളുടെ സ്വപ്നത്തെ വിലയിരുത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ച് പഠിക്കാൻ ഒന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇറങ്ങുന്ന സമയത്ത് 4-5 കൊല്ലം മുമ്പ് വെറും ഒരു സാധാരണക്കാരി പറയാൻ പേടിച്ച് വിക്കി വിറച്ച് സംസാരിച്ച ഈ ഒരാൾക്ക് ഇതേപോലെ ആളുകളോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആളുകളോട് സംസാരിക്കാനുള്ള ആ ഒരു നമ്മൾക്ക് ആ ഒരു എന്താ പറയാ ഒരു വിറ മാറിപ്പോയില്ലേ, ആ ഒരു കംഫർട്ട്, ആ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് നമുക്ക് കടന്നു വരാൻ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളെ അതിന് മാത്രം ഭംഗിയുണ്ട്. ഇതിന് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ വളർത്താനും നമ്മളെ കൺസിഡർ ചെയ്യാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. മനുഷ്യൻ അത്രയ്ക്കല്ല ആഗ്രഹിച്ചിട്ടുള്ളൂ, ഞാൻ അത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ ലോകത്ത് കുറേ കാശുണ്ടാക്കുന്നതിനും പകരം നമ്മളൊക്കെ ഒന്ന് പരിഗണിക്കപ്പെടുക, ഒരുപാട് ആളുകളുടെ ഇടയിൽ നമ്മളൊക്കെ ഒന്ന് അംഗീകരിക്കപ്പെടുക, ഇതൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കണ ഒരാളെ ഞാൻ. എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്രസ്ഥാനം തന്നതും ഇതൊക്കെ തന്നെ മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്, അഭിമാനമാണ് ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് നിങ്ങളോട് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ. തീർച്ചയായിട്ടും കേരളം പോലുള്ള ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതു ഫീൽഡിലും നമ്പർ 1 നിന്ന് അതിൻ്റെ ഓരോരുത്തരുടെയും കഴിവുകൾ കാണിക്കുന്ന ഒരു ജനത ഉള്ള നമ്മുടെ നാട്ടില് ശരിക്കും പിണറായി സർക്കാർ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 19 ഈ ഒരു ഡയറക്ടർ സെല്ലിംഗ് കമ്പനികൾക്ക് കൃത്യമായിട്ടൊരു വെബ്സൈറ്റും അതിനുവേണ്ട കൃത്യമായിട്ട് ഒരു ബോധവൽക്കരണമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇത്രയേറെ കൃത്യമായിട്ട് അതിനുവേണ്ടി ഒരു സമയം കണ്ടെത്തി വലിയൊരു ഒരു പ്രോഗ്രാം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ കാരണം എന്താണെന്നറിയോ, കേരളത്തില് ഇതിനെ ഏറ്റെടുക്കാൻ പോവാണ് മനുഷ്യര്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അതിനു വേണ്ട നിയമ നടപടികൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ ഗൈഡ് ലൈൻസ് ഇതിൽ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ഇവിടെ നിന്ന് ശക്തമായിട്ട് വിജയിക്കാൻ പറ്റുമെന്ന് നമ്മുടെ ഭരണാധികാരികൾ ഉറപ്പ് തരുന്ന രീതിയിൽ ഡയറക്റ്റ് സെല്ലിങ്ങിനെ വളർത്താൻ പറ്റുന്ന വെബ്സൈറ്റ് അടക്കം ലോഞ്ച് ചെയ്തിട്ട് നമ്മൾ കാത്തിരിക്കുക. ഇനി നമ്മുടെ ഊഴം ചെയ്യണോ ചെയ്യണ്ടേ? ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി ഒരു തരി മുന്നോട്ടല്ലാതെ വെച്ച കാല് പുറകോട്ടില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, കുറച്ച് നാൾ ഞാൻ UAE-ലായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴാണല്ലേ നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സിനെ വീണ്ടും അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ സ്വപ്നങ്ങളെ ഓർമ്മിപ്പിച്ച് അവർക്ക് ഇല്ലാത്ത അറിവുകൾ പറഞ്ഞു കൊടുത്ത് എങ്ങനെ നമുക്ക് ബിസിനസ് ചെയ്യണമെന്ന് സപ്പോർട്ട് ചെയ്ത് അതിനുവേണ്ടി നമ്മളൊന്ന് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും അതിന്റെ അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പേടിക്കണ്ട. എല്ലാവർക്കും ആകെ കൂടി അയ്യോ ഇത് എന്തപ്പോ സംഭവം, എനിക്ക് ടെക്നോളജി അറിയില്ലല്ലോ, ഇവിടെ വന്നാൽ പഠിക്കാലോ,
എത്രയോ ആൾക്കാർ ഇവിടെ പറഞ്ഞു തരാനുണ്ടെന്ന് അറിയോ? എന്തോരാൾക്കാര്, അതായത് നീ വളർന്നാൽ ഞാനും വളരും എന്ന് പറയുന്ന അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഞാൻ കേട്ടിട്ടില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് ഇത്രയും ബ്യൂട്ടി ഉണ്ടെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ UAE പോയിട്ട് ജോലി ചെയ്തപ്പോ എനിക്ക് ആ ഒരു സുഖം കിട്ടിയിട്ടില്ല. നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും നമ്മളുടെ ആളുകളിലേക്ക് ഇറങ്ങി ഇതിനെപ്പറ്റി മറ്റുള്ളവരോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാന സുഖമുണ്ട് സത്യത്തില്. ഇത് ഈ ഒരു ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നു. നേരെ വെളുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് വെച്ച് നമ്മൾ പേസ്റ്റ് എടുത്ത് പല്ല് തേക്കും. കാലങ്ങളായിട്ട് നമ്മൾ പല്ല് തേച്ചു കൊണ്ടിരിക്കുന്നതാ. എന്നിട്ട് നമുക്ക് ആ ഒരു പേസ്റ്റ് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഡെഫിനറ്റ്ലി നോ. അങ്ങനത്തെ ഒരു സമയത്ത് നമ്മള് പുറത്ത് നമ്മുടെ കടകളിൽ നിന്നൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മേടിക്കുന്ന സാധനങ്ങള് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ സ്റ്റോറിൽ നിന്ന് ഒരേ ഒരു തവണ നമ്മള് ഒരു 100 സെയിൽസ് വോളിയം എന്ന് പറയുന്ന ഒരു കച്ചവടം നടത്തണം. അത് 25, 50, 100 അത് നമ്മളുടെ ഇഷ്ടം. വെറും 25 സെയിൽസ് വോളിയത്തിന്റെ പ്രോഡക്റ്റ് എടുത്താൽ പോലും ഇവിടുത്തെ നാഷണൽ സെയിൽസ് ടീം മാനേജർ ആകാൻ പറ്റാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ ചിന്തിച്ച് ഒരു അവസ്ഥയിലൊക്കെ എത്താറുണ്ട്. ഇതെങ്ങനെ നാട്ടുകാരായിട്ടുള്ള സകലമാന ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കുന്ന ആലോചിച്ചിട്ട് ഇങ്ങനെ തലങ്ങനെ പിരിക്കും. ഇതാണല്ലോ ആളുകൾക്ക് ആവശ്യം. കാശില്ലാണ്ട് എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. മക്കളുടെ കല്യാണം, വീട് പണി, എങ്ങനെ നമ്മളെ പ്രശ്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊന്നും നമ്മൾക്ക് സാധിക്കാത്തത് കയ്യിൽ കാശില്ലാത്തതിന്റെ പേരിൽ മാത്രല്ലേ. അപ്പൊ കയ്യിൽ കാശുണ്ടാക്കാൻ പറ്റുന്ന ഇത്രയും ഭംഗിയുള്ള ഒരു പ്രോജക്റ്റ് ഒരാളുടെ കയ്യിൽ വെറുതെ എത്തിച്ചാൽ പറ്റില്ല. അത് പറഞ്ഞു കൊടുക്കണം. ഇതെങ്ങനെയാ ചെയ്യണ്ടേന്ന് പറഞ്ഞു കൊടുക്കണം. അവരുടെ കൂടെ നിൽക്കണം. രണ്ടാളോട് പറഞ്ഞിട്ട് അവർ പറയണം ഞങ്ങൾക്കിത് താല്പര്യമില്ല, ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ സമയത്ത് തളരുന്നതിനേക്കാളും മുമ്പ് അവരെ താങ്ങി പിടിക്കണം. കാരണം എല്ലാവർക്കും ഒന്നും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും അധ്വാനിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരില്ല. വെറുതെ മടി പിടിച്ച് മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് വെറുതെ ഇരുന്ന് തിന്നണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും, നമ്മുടെയൊക്കെ ചുറ്റുണ്ടാകും ഇല്ലേ? പക്ഷെ ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും വിശിഷ്ടമായിട്ടുള്ള ഒരു ചിന്ത, ഒരു വിശാലമായിട്ടുള്ള ഒരു തോട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കോൺസെപ്റ്റ് കേൾക്കാനും അതിലേക്കൊക്കെ എന്തെങ്കിലും ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കണം എന്നൊക്കെ ആഗ്രഹിക്കണത്. ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ, അതുവഴി എന്റെ കടമ ഞാൻ നിർവഹിച്ച് എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതുകൊണ്ട് എനിക്ക് മറ്റുള്ള ആളുകളെ സഹായിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്കൊക്കെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ കുറച്ചും കൂടി മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആളുകളിൽ ഈ കൂട്ടത്തിലിരിക്കണേ. ഇത് കേട്ട സുഖം കിട്ടുന്ന ആൾക്കാർ മാത്രമേ ഫിജി കാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏറ്റെടുത്ത് അത് വർക്ക്ഔട്ട് ചെയ്ത് അതിൽ വിജയിക്കുള്ളൂ. അപ്പൊ അത് അങ്ങനത്തെ അല്ലാത്ത ആൾക്കാരെ കണ്ട് അവര് പറയാ ഇതൊന്നും ശരിയാവാൻ പോണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വിഷമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പമ്പർ വിഡ്ഢികളോ? ഒരിക്കലല്ല. അതിനുവേണ്ടി നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. സ്വപ്നങ്ങളുള്ളവരെ തേടി കണ്ടുപിടിക്കുക. 500 ആളോടാണ് നമ്മൾക്ക് പറയാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു 10 ആൾക്കേ സ്വപ്നങ്ങളുള്ളൂ. അപ്പോഴും നമ്മൾ വിജയിക്കാനുള്ള സാധ്യത ഇവിടെ 90%. അപ്പൊ അതിനുവേണ്ടി കൂടെ നിൽക്കുന്നവരെ ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു BOP ബിസിനസ് ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് പല ടീമുകളിൽ നിന്നുള്ള ആളുകൾ കയറി നമ്മൾ സംസാരിച്ചു, ഈ ഒരു പ്ലാൻ കേട്ടു, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. വെറുതെ വന്ന് നമ്മളിവിടെ ഒരാളും ഒന്നും പറയുന്നില്ല, സത്യം പറഞ്ഞ് മറ്റുള്ള ആളുകളിലേക്ക് അത് ഉപകാരപ്പെടണമേ എന്ന് ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടൊക്കെ തന്നെ ഓരോരുത്തരും വന്ന് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് ഈ കോൺസെപ്റ്റ്? ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് ചെയ്താൽ എന്ത് കിട്ടും? ഇത് ഏത് രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഇവിടെ നിങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ ലീഡേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നല്ലൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതായത് നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ ചിന്തിക്കണത് ഇപ്പൊ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊക്കെ എങ്ങനെയൊക്കെ വണ്ടി തള്ളിക്കൊണ്ടു പോവാണ് നമ്മളെല്ലാവരും. ആരോ വരാനുണ്ട് എന്നുള്ളൊരു തോട്ടുണ്ട് നമുക്കൊക്കെ. ഏതോ ഒരു രക്ഷകൻ വന്നിട്ട് വേണം എന്റെ ലൈഫ് സെറ്റ് ആകണം എന്ന് വിചാരിക്കുന്നതാണ് എങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരാള് വരാനില്ല. നമ്മൾ മാത്രമാണ് നമ്മുടെ രക്ഷകൻ. നമ്മൾ എന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു അന്ന് മുതൽ നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങും. നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആകുന്നത്. ഇന്നത്തെ ഒരു ദിവസം ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആകട്ടെ എന്ന് ഞാൻ ആശംസിച്ചു കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മി റെയ്ഹാന, സോണൽ സെയിൽസ് മാനേജർ ഓഫ് fijicard.com. താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു ജസിന മാം.
താങ്ക് യു റൈഹാന മാം. എന്താണ് പറയാ, വളരെ പവർഫുൾ ആയിട്ടുള്ള വാക്കുകളല്ലേ. മാം പറഞ്ഞതുപോലെ ഇവിടെ ബിസിനസ് ആണ്, അതിനപ്പുറത്തേക്ക് നമുക്കിവിടെ സ്നേഹം പരിഗണനയും എല്ലാം കൂടി പോകുന്ന ഒരു എന്താ പറയാ ഒരു ബിസിനസ്, അങ്ങനെ തന്നെ പറയാം. അപ്പോ നിങ്ങൾ മാം പറഞ്ഞതുപോലെ ആരോടും മറ്റുള്ളവരോട് ചോദിക്കാതെ നമുക്ക് വേണോ എന്ന് വെച്ചിട്ട് നമ്മൾ ആരാണോ കണക്ട് ചെയ്തത് അവരുമായിട്ട് മാത്രം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ മാമിന്റെ ഒരു സെഷൻ കേട്ട എല്ലാവർക്കും അല്ലെ ഒരുപാട് മനസ്സിലായിട്ടുണ്ടാകും അല്ലെ മാമിന് വന്നിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഓൾ.